നമസ്തേ. 2026 വിഷുഫലം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 9-ലായിരുന്നു അവരുടെ ശനിയൊക്കെ നിന്നിരുന്നത്. 9-ൽ തന്നെയാണ് ശനീശ്വരൻ നിന്നെങ്കിലും വ്യാഴം 12-ലായിരുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ട് ഭയങ്കര നമുക്ക് കയ്യിൽ കിട്ടില്ല, എന്തിനു പോയാലും 10 പ്രാവശ്യം പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പം ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഈ പ്രാവശ്യം ഈ ഒരു വർഷം നല്ല ഭാവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ, ഇപ്പോൾ നമ്മുടെ ഒരു വിവാഹ തടസ്സം, അതേപോലെ നമ്മുടെ ഒരു വീടുണ്ടാക്കൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബിസിനസ്, കർമ്മരംഗത്തിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ ഇത്ര നാളുണ്ടായിരുന്നതെല്ലാം അത് മാറി മുന്നോട്ട് പോകാനായിട്ടൊരു നല്ല വഴിയിലേക്ക് തിരിയാനാണ് ഈ ഒരു വർഷം പൂയ നക്ഷത്രക്കാർക്കുള്ളത്. മാനസിക പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞൊരു വർഷത്തിലുണ്ടെങ്കിലും ഈ ഒരു വർഷം അങ്ങനെയല്ല. നമുക്ക് മാനസികമായിട്ട് നല്ലൊരു പുരോഗതിയും പിന്നെ അതുപോലെ സാമ്പത്തികമായിട്ടും, ഇപ്പോൾ മനസ്സും ഒക്കെ നന്നാകുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയാണല്ലോ. അപ്പോൾ ആ സാമ്പത്തിക പുരോഗതികൾ നന്നായിട്ടുണ്ടാവാം. വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായി പോവാം. അതായത് വ്യാഴത്തിന് ഉച്ച ക്ഷേത്രത്തിലാണ് വരുന്നത്. അപ്പോൾ ജൂൺ മാസം മുതലൊക്കെ നല്ലൊരു മാറ്റമാണ് വരുന്നത്. ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ രോഗങ്ങളൊക്കെ ഉണ്ട്. ആ രാഹുക്ക് അഷ്ടമത്തിലായതുകൊണ്ട് ആ രോഗങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരും. ഈ ഒരു വർഷം രോഗങ്ങൾക്കൊക്കെ ശമനങ്ങൾ വരുന്നൊരു സമയം. അപ്പോൾ സാമ്പത്തികമായിട്ടും രോഗശമനത്തിനും പിന്നെ നമ്മുടെ പുരോഗതിക്കും ഇപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോവുക, രാഹു കേതുക്കൾക്ക് പട്ട് പൂജ, അതൊക്കെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ ചെയ്യുക. പിന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, വിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഏറ്റവും അടുത്ത് നിങ്ങളുടെ ദേശത്തെ ഏറ്റവും അടുത്തുള്ള വിഷ്ണുവോ കൃഷ്ണൻ്റെ അമ്പലമോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ പൂയ നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു വർഷം.